നമസ്കാരം കുട്ടികളും സുബർ സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ വരും എന്ന് നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അതിന് മുൻപായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട 1-2 ജോലികൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് കുറെ കോളേജുകളും നിങ്ങളുടെ കോഴ്സുകളും ഇതെല്ലാം ഒന്ന് ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കുറെ പേർക്ക് ചെയ്ത് കാണുമായിരിക്കും അല്ലേ? മറ്റുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നില്ല ചെയ്ത് കാണത്തില്ല. ഇനിയുള്ള സമയത്തോ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിലാകുമ്പോഴത്തേക്ക് നല്ലൊരു കോളേജ് ചിലപ്പോൾ നഷ്ടപ്പെടാം, നല്ലൊരു കോഴ്സ് ചിലപ്പോൾ കിട്ടാതിരിക്കാം, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉള്ള സമയത്ത് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ അതങ്ങ് തീരും. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ആ പ്രൊസീജിയർ എല്ലാം ഒന്ന് കൃത്യമായിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് സംഭവിക്കാൻ നല്ലത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ഞാൻ 3 രീതിയാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ എന്തായാലും ഒരു കോളേജിൽ പോകുമ്പോൾ, നിങ്ങൾക്ക് ഒരു കോളേജിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, കോളേജിനെ കുറിച്ച് എന്തായാലും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇന്ന കോളേജ് കിട്ടുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് അല്ലേ? അപ്പൊ കോളേജിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 2, ഇന്ന കോഴ്സ് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം. ചിലരുണ്ട് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് എനിക്കൊന്ന് കിട്ടിയാൽ അതും സന്തോഷമാണ്. എല്ലാം സന്തോഷമാണ്. പക്ഷെ ഇതൊക്കെ നടക്കുമോ എന്നറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഒരു പണി നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റാങ്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിന്റെ ലാസ്റ്റ് റാങ്കും ഏകദേശം ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഉടനെ നോക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ചുകൊണ്ടുള്ള റാങ്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കും അതുമായിട്ട് ഒരു 1500-2000 റേഞ്ചിലുള്ളതാണെങ്കിൽ, ഒരു 1000 വരെ, 1000-1500 അതിൽ കൂടുതൽ നോക്കണ്ട. ഇപ്പൊ നമുക്കൊരു കഴിഞ്ഞ വർഷം ഒരിടത്തെ ലാസ്റ്റ് റാങ്ക് ഒരു കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ ഒരു കോളേജിലെ ലാസ്റ്റ് റാങ്ക് 10,000 എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു 12,000 വരെയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ആ കോളേജിൽ തന്നെ കിട്ടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കാം. സാധ്യതയെ പറയുന്നുള്ളൂ, ചാൻസ് ഉണ്ടാവാം. പിന്നെ ഒരു 15-16 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട, ആ കോളേജ് വേണ്ട. അപ്പൊ അങ്ങനെ നമുക്കൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കാനാണ് പറഞ്ഞത്. 2, നമുക്ക് കോളേജിനെയും കോഴ്സിനെയും എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കോളേജ് ആൻഡ് കോഴ്സ്, നമ്മൾ പലരും ഇത് രണ്ടും കൂടിയാണ് എല്ലാവരും നോക്കുന്നല്ലേ. എനിക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് വേണം എന്നുള്ളവരുണ്ട്. ചിലരുണ്ട് എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ഏതെങ്കിലും ഒരു കോളേജ് മതി, നല്ലൊരു കോളേജ് മതി. മൂന്നാമത്തെ അങ്ങനെയല്ല, എന്താ അവനെ കോഴ്സാണ് കേട്ടോ, എനിക്ക് ഇന്ന കോഴ്സ് ഒന്ന് കിട്ടണം. അത് ഇന്ന കോളേജ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ ഇന്ന കോളേജ് തന്നെ കിട്ടണമെന്നല്ല, ഏതെങ്കിലും ഒരു കോളേജിൽ കുഴപ്പമില്ലാത്ത ഇങ്ങനെ 2-3 ഓപ്ഷൻസുകൾ സ്ട്രാറ്റജി നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അല്ലേ? ഇപ്പൊ കോളേജും കോഴ്സും നമുക്ക് ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരു കോളേജ് ആകണമെങ്കിൽ അതിനനുസരിക്കുന്ന ഒരു റാങ്കും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നെങ്കിലേ ആ 2 കാര്യം കൂടെ നടക്കുള്ളൂ. ഇത് പിന്നെയും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും കൂടി വേണമെങ്കിൽ നമ്മുടെ റാങ്ക് ഇത്തിരി ഹൈ ആയിരിക്കണം, എന്നെങ്കിലേ നമ്മുടെ ആ കാര്യം നടക്കുള്ളൂ. നല്ലൊരു കോളേജ്, അതിനനുസരിക്കുന്ന ഒരു കോഴ്സ്. ഇനി രണ്ടാമത്തേത്, അപ്പൊ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം ഓക്കെ ആവും, ഈ സ്പേസ് ഓക്കെ ആവും. 2, നിങ്ങൾക്ക് കോളേജ് ഇപ്പൊ ചിലരുണ്ട് എനിക്ക് ഏറ്റവും ടോപ്പ് കോളേജസിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയത്, ഒരു കോഴ്സ് കിട്ടിയാൽ മതി, ഇന്ന കോഴ്സ് എന്ന് പറയുന്നില്ല, എനിക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി. പക്ഷെ ആ കോളേജിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോകാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജസുകളെ വേണം 1, 2, 3 മാർക്ക് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, അങ്ങനെ TKM, അല്ലെങ്കിൽ തൃശ്ശൂര്, അങ്ങനെ കോളേജസുകളെ മാത്രമായിട്ട് പേരെഴുതാം കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ ആണെങ്കിൽ CET തന്നെ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ട്രിപ്പിളിയോ എന്തെങ്കിലും അവിടെ വേണമെങ്കിൽ അങ്ങനെ അങ്ങ് കൊടുക്കാം. എന്നിട്ട് അടുത്ത കോളേജ് പിന്നെ ഇത് തന്നെ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഏതാണെന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി. പക്ഷെ കോളേജിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അങ്ങനെ അതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ആദ്യമേ കൊടുക്കല്. എല്ലാവരും റാങ്കിനനുസരിച്ച് ഫസ്റ്റ് ഒക്കെ CET കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ റാങ്ക് കൂടെ നോക്കി വേണം നിങ്ങൾ ആദ്യത്തെ കോളേജിനെ തൊട്ട് തുടങ്ങാൻ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് കോഴ്സും മതി, പക്ഷെ ഇന്ന കോളേജിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിനെ തന്നെ എഴുതിക്കൊണ്ട് അവിടെ തന്നെ 3 കോഴ്സ് അല്ലെങ്കിൽ 4, എന്നിട്ട് അടുത്ത കോളേജ് എഴുതിക്കൊണ്ട് അവിടെ 3-4 കോഴ്സ്, അടുത്ത കോളേജ് എഴുതിക്കൊണ്ട് 3-4 കോഴ്സ്, അങ്ങനെ. ഇനി മൂന്നാമത് അതല്ല, എനിക്ക് കോഴ്സാണ് വേണ്ടത്, ഇന്ന കോഴ്സ് ഞാൻ പഠിക്കുന്നുള്ളൂ, ഞാൻ വേറെ ഒന്നും പോകുന്നില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ 2 കോഴ്സ് വരെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും
ഇലക്ട്രോണിക്സ്, ഇത് രണ്ടുപേരും ഏതെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെയും വേറെ ഒരു ഓപ്ഷനും കോഴ്സിന് കൊടുക്കരുത്. രണ്ടേ രണ്ട് ഓപ്ഷൻ. ഇല്ലെങ്കിൽ ഒറ്റ കോഴ്സിനെ പോകുന്നുള്ളൂ, ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് അല്ലാതെ വേറെ പോകുന്നേ ഇല്ലെങ്കിൽ കോളേജിന്റെ ഡിഫറെന്റ് നെയിംസ് അങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം CS എഴുതുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ. മുഴുവൻ CS. അവിടെ എനിക്ക് കോഴ്സാണ് ഇമ്പോർട്ടൻസ്. ഇന്ന കോളേജ് അല്ലെങ്കിൽ ഇന്ന കോളേജ്, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനിലോട്ട് മാറുന്നേ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് CS തന്നെ ഫുൾ എഴുതാം. എന്നിട്ട് കോളേജുകൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മാറിക്കൊണ്ട് 10, 20, 25 ഒക്കെ എഴുതിയേക്കണം കേട്ടോ. അപ്പൊ ആണെങ്കിൽ ആ കോഴ്സ് തന്നെ നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിരിക്കും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിയില്ല, ഇത് കിട്ടാൻ കയറി ചില ഇതായിരിക്കും ഇഷ്ടം, പക്ഷെ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതായിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത് നിങ്ങളൊരു ഓപ്ഷൻസ് ഇതെല്ലാം കൊടുത്തു. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, ട്രയൽ അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ 1, 2 കുറെ കാണുമല്ലോ. നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, ഇങ്ങനെ വന്ന വേണ്ടി ഇവിടുത്തെയാണ് കിട്ടിയത്, ഈ കോളേജൊക്കെയാണ് കിട്ടിയത്. ഈ കോളേജ് കിട്ടിയെങ്കിൽ ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കിട്ടിയെങ്കിൽ താഴോട്ടുള്ളതെല്ലാം കട്ടായി പോകും കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ടെല്ലാം കട്ടായി പോകും. താഴേക്കുള്ള കാരണം ഇത്രയും മണ്ടയ്ക്ക് നമ്മൾ എത്തി. ഇനി മണ്ടയ്ക്കോട്ടുള്ള ഇതിലേതെങ്കിലും കൂടെ നമുക്ക് വേണം എന്നല്ലേ, ഇതെല്ലാം കട്ടായി പോകും. അപ്പം മണ്ടയ്ക്കത്തെ ഇത്രയും ബാക്കി കിടക്കും, ബാക്കിയുള്ള എല്ലാം ലിസ്റ്റ് കിടക്കും, താഴോട്ടുള്ള ലിസ്റ്റ് എല്ലാം കട്ടാകും. എന്നിട്ട് ഇനിയും ഇത് മതിയെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് അവിടെ നമുക്കൊരു ചെറിയൊരു ടോക്കൺ ഫീ ഉണ്ട്, അത് അടച്ച് നമുക്ക് ഓൺലൈനായിട്ട് അടച്ചാൽ മതി, അടച്ച് നമുക്ക് നിർക്കാം. ഇനി രണ്ടാമത്, ഇനി നിങ്ങൾക്ക് മണ്ടയ്ക്കോട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിലോട്ട് അത് വന്നോളും. ഓക്കെ. ഇനി വേണ്ട, എനിക്ക് കിട്ടിയത് മതി, ഓക്കെ, ഇനി ഞാൻ ഈ കോളേജിൽ തന്നെ ഈ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതങ്ങ് നിങ്ങളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. അത് വേണ്ട, അതങ്ങ് കളയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തേത് ഉറപ്പിച്ച് കിട്ടിയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ഇത് കിട്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ ഒക്കെ അടച്ചു, പക്ഷെ ഇത് ഇവിടുത്തേത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇത് അവർ പരിഗണിക്കും, ഇവിടുത്തേത് പരിഗണിക്കും. എന്നിട്ട് ഇതല്ലാതെ ഇവിടെ കിട്ടി, ഏതാ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഇതിന്റെ മണ്ടയ്ക്കായിട്ടുള്ള ഏതോ ഒരു കോളേജ് കിട്ടിയിട്ട് ഇവിടെ പോകാതിരുന്ന ഇതും പോകും, അതും പോകും. അതുകൊണ്ട് മണ്ടയ്ക്കോട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ ആദ്യം കിട്ടി, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇവിടെ വന്നു, നിങ്ങളപ്പോൾ ഇവിടെ ടോക്കൺ ഫീസ് അടച്ചു, മണ്ടയ്ക്കത്തെ എല്ലാം അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്ത അലോട്ട്മെന്റിൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യണം. ഇനി ഇവിടെ ജോയിൻ ചെയ്യാൻ പോയില്ലെങ്കിൽ അത് കിട്ടത്തില്ല, ഇതും പഴയത് ക്യാൻസൽ ആവാൻ സാധ്യതയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി മണ്ടയ്ക്കത്തെ വേണ്ടെങ്കിൽ നിങ്ങളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം, ഇത് ഓൾറെഡി കട്ടായിക്കോളും. മനസ്സിലായല്ലോ ഏകദേശം കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏകദേശം ഒന്ന് ചെയ്തിടുക. അടുത്ത സ്ട്രാറ്റജി, അടുത്ത രീതി നമ്മൾ ഇതേപോലെ വന്ന് നിങ്ങളെന്ന് അറിയിക്കും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ വെച്ച സമയം വേണം അല്ലേ, നിങ്ങളുടെ കാര്യത്തിൽ സമയം വേണം. ഇത് നിങ്ങൾ കുട്ടികളാകുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷെ പേരൻസിന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ സ്പീഡ് കിട്ടത്തില്ല. അതുകൊണ്ട് കുട്ടികൾ വേണം പേരൻസുമായിട്ട് ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് വേണം ചെയ്യാൻ. ആ ഡിസ്കഷനിൽ വളരെ പ്രയോജനം ചെയ്യും. പിന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നവരോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂടി ഇരുത്തിയാണെങ്കിൽ ഇച്ചിരിയൊക്കെ പ്രയോജനം ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ലൊരു കോളേജ്, നമ്മുടെ ജീവിതമാണേ, ഇത് ചെറിയ കാര്യമല്ല. ഒരു കോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനോടനുബന്ധിക്കുന്ന ഒരു കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലാം നന്നായിട്ട് വരട്ടെ, നല്ലതായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യും. നമ്മളുടെ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ വന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.